എറണാകുളം കോതമംഗലത്ത് വിഷമുള്ളിൽ ചെന്ന് മരിച്ച അൻസലിന്റേത് കൊലപാതകമെന്ന് സ്ഥിരീകരണം. ചോദ്യം ചെയ്യലിൽ അൻസലിന്റെ പെൺസുഹൃത്ത് കുറ്റം സമ്മതിച്ചു. കസ്റ്റഡിയിലുള്ള യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. മാലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺസുഹൃത്തിന്റെ വീട്ടിലേക്ക് വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസിലെത്തിയത്. അടുത്തിടെ ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അൻസിലിനെതിരെ നേരത്തെ പോലീസിൽ യുവതി പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഇരുവരും ഒരുമിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ അൻസിൽ പോലീസിനെ വിളിച്ച് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന വിവരം അറിയിക്കുകയായിരുന്നു. പെൺസുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ഈ സമയം അൻസിൽ ഉണ്ടായിരുന്നത്. അൻസിൽ വിഷം കഴിച്ചു എന്ന അൻസിലിന്റെ മാതാവിനെ വിളിച്ച യുവതിയും പറഞ്ഞു. അവർക്കടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിഷം കടത്തി ഇവിടെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പോക്കോട്ടോ എന്ന് പറഞ്ഞു. ആ പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് യുവതി വിഷം നൽകിയെന്ന വിവരം സഹോദരനോട് അൻസിൽ പറയുന്നത്. ഇന്നലെ രാത്രിയോടെ അൻസിൽ മരിച്ചു. ബന്ധു നൽകിയ പരാതിയിൽ യുവതിക്കെതിരെ വധശ്രമത്തിന് കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന സ്ഥിരീകരണം വന്നത്. ഇതോടെ കൊലപാതക കുറ്റം കൂടി യുവതിക്കെതിരെ ചുമത്തും. പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വിഷമടങ്ങിയ കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.